ഡൽഹി സ്ഫോടനം നടത്തിയ ഡോക്ടർമാരെ പിടിച്ചിട്ട് അധിക കാലമായില്ല. പക്ഷേ ഇപ്പോൾ ഡൽഹിയിലും മുംബൈയിലും അടക്കം വലിയ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്ന 9 ISIയുമായിട്ട് ബന്ധപ്പെട്ട തീവ്രവാദികളെയാണ് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സാർ, ഇവരെന്തൊക്കെയാണ് പദ്ധതിയിട്ടിരുന്നത്? അവരുടെ ലക്ഷ്യം ഇത്തവണ വളരെ ഗൗരവമേറിയ ലക്ഷ്യങ്ങളായിരുന്നു. ഒന്ന്, ഇന്ത്യയിലെ സാമ്പത്തിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ബോംബെ നഗരത്തിൽ വീണ്ടും ഒരു സ്ഫോടന പരമ്പര അരങ്ങേറുക. അതുകൂടാതെ ക്രിട്ടിക്കലായിട്ടുള്ള ചില കേന്ദ്രങ്ങൾ ആക്രമിക്കുക. അത് ക്രിട്ടിക്കലായിട്ടുള്ള കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആണവ നിലയങ്ങൾ, ന്യൂക്ലിയർ പവർ റിയാക്ടേഴ്സ്, പിന്നെ തെർമൽ പവർ സ്റ്റേഷൻസ്, അതുപോലെ വലിയ വലിയ ബിസിനസ് സെൻറ്റേഴ്സ്, അത് മുഴുവനും ബോംബ് വെച്ച് തകർക്കുക, ജനങ്ങളെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് കൊല്ലുക. ഉദാഹരണത്തിന് ഇപ്പോൾ 2008 ബോംബെയിൽ അജ്മൽ കസബ് വന്ന് അവരും കൂട്ടുകാരും വന്ന് കുറേ പേരെ ഛത്രപതി ശിവാജി റെയിൽവേ സ്റ്റേഷനിലും താജ്മഹൽ ഹോട്ടലിലൊക്കെ വെച്ച് വെടിവെച്ച് കൊന്നത്. അതേപോലുള്ള ഒരു ആക്രമണം. അതേപോലെ 2012 ഒരു സിങ്ക്രണൈസ്ഡ് സ്ഫോടന പരമ്പര നടന്നത്. അതിലും 100-400 പേര് ബോംബെയിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് മരിച്ചുപോയി. ട്രെയിനിൽ നടത്തിയ സിങ്ക്രണൈസ്ഡ് ബോംബ് അറ്റാക്ക് വഴി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്രമണമാണ് അവരുദ്ദേശിച്ചിരുന്നത്. പിന്നെ ഈ തീവ്രവാദികൾ അവരെ സ്പോൺസർ ചെയ്തിരുന്നത് പാകിസ്ഥാൻ്റെ ഇൻ്റർ സർവീസസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ രഹസ്യ സംഘടനയാണ്. അവർ ഈ ടെററിസം ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വളരെയധികം വൈദഗ്ധ്യം നേടിയിട്ടുള്ളവരാണ്. എവിടെ വേണമെങ്കിൽ ബോംബ് വയ്ക്കുകയോ ആൾക്കാരെ കൊല്ലാനോ കഴിവുള്ള പ്രൊഫഷണൽ കില്ലേഴ്സ് അവർക്കുണ്ട്. നമ്മുടെ സിനിമയുണ്ടല്ലോ മലയാളത്തിൽ, നാടോടിക്കാറ്റെന്നോ ഒറ്റ പറഞ്ഞ ആ സിനിമയിൽ ഇയാളെ പോലെ പാവനായിനെ പോലെ കുറേ അധികം പാവനായിമാരുണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പാവനായിമാരുടെ ശവമാവൂ അതൊക്കെ കണ്ടറിയണം ഇപ്പോൾ. പിന്നെ അതുകൂടാതെ വേറെ ഉള്ളത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഗ്യാങ്ങാണ് ഇവരെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്, അവർക്ക് കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തത്. കാരണം ദാവൂദിൻ്റെ ഒരു അടുത്ത കൂട്ടാളി ഈ അറസ്റ്റ് ചെയ്ത 9 പേരിൽ ഒരാൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ 1993 ബോംബെ സ്ഫോടനത്തെ പറ്റി അറിയുമോ, കേട്ടിട്ടുണ്ടോ? സീരിയൽ ബ്ലാസ്റ്റ്. അതെ, അന്ന് 100-400 പേര് ബോംബെയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് മരിച്ചു. മുസ്ലിംസ് ഇല്ലാത്ത ഹിന്ദുക്കളെ സെലക്ട് ചെയ്ത് കൊല്ലാനായിട്ടുള്ള പരിപാടിയായിരുന്നു അവർക്ക്. അപ്പോൾ അങ്ങനെയാണ് ദലാൽ സ്ട്രീറ്റിലൊക്കെ അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്കായിരുന്നു. അതേപോലെ ഈ 2012 സിങ്ക്രണൈസ്ഡ് സീരിയൽ ബ്ലാസ്റ്റുകൾക്കും ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുഴുവനെ. അയാളിപ്പോൾ കറാച്ചിയിലാണെന്നാണ് പറയുന്നത്, ദാവൂദ് ഇബ്രാഹിം. അപ്പോൾ അവർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു അവരുടെ പഴയ പിത്തലാട്ടമൊന്നും നടക്കണില്ല എന്ന് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു വിധ്വംസക പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയിലത്തെ ശാന്തി നഷ്ടപ്പെടുത്തി അരാജകത്വം സൃഷ്ടിക്കാനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണിത്. അപ്പോൾ അവർക്ക് കൂടെ ഓപ്പറേറ്റീവ്സായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ഇസ്ലാമിക് തീവ്രവാദികൾ ഈ ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തയ്യബ, ഹർക്കത്തുൽ മുജാഹിദീൻ, ഇങ്ങനെയൊക്കെയുള്ള സംഘടനകളുണ്ട്. അവരുടെയൊക്കെ സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യയിൽ വളരെ ആക്റ്റീവാണ്. തല താത്തി കിടക്കുക, ആവശ്യം വരുമ്പോൾ തല പൊക്കും. അപ്പോൾ കേരളം തന്നെ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഹബ്ബാണ്, ഭീകരതയുടെ ഒരു വലിയ ഹബ്ബായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ കുറച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമുള്ളത്, അവർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസൊക്കെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷനൊക്കെ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ അത് തകർന്നു കഴിഞ്ഞാലത്തെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. റേഡിയേഷൻ വന്ന് കുറേ അധികം മരണം പ്രതീക്ഷിക്കാം നമുക്ക്, അതെങ്ങാനും ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ അത് മാത്രമല്ല, ഓരോ വർഷം ചെല്ലുന്തോറും പുതിയ പുതിയ സാങ്കേതിക മേന്മയുള്ള ഉപകരണങ്ങൾ അവരുടെ കയ്യിലെത്തുകയാണ്. ഇപ്പോൾ ഡ്രോൺ ഉണ്ട്, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ഉണ്ട്, ഈ പൈലറ്റിന് ആവശ്യമില്ലാത്ത ചെറിയ വിമാനങ്ങളുണ്ട്. പണ്ട് അവർ ഷോൾഡർ പവേർഡ് തോളിൽ വെച്ചിട്ടാണ് റോക്കറ്റ് ഒക്കെ ലോഞ്ച് ചെയ്തിരുന്നത്. ഇപ്പോൾ അവരുടെ കയ്യിൽ ഓട്ടോമാറ്റിക് റോക്കറ്റ് ലോഞ്ചേഴ്സ് ഉണ്ട്, മിസൈൽ ലോഞ്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു.
കാലക്രമേണ അവരുടെ കയ്യിൽ ഒരു ന്യൂക്ലിയർ ബോംബ് കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പാകിസ്ഥാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടല്ലോ. ഒരു ന്യൂക്ലിയർ ബോംബ് ഇവരുടെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതിയല്ലോ, അവർ എവിടെയെങ്കിലും കൊണ്ട് വെച്ചു കൊടുത്തോളും. ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിച്ച ചരിത്രമുണ്ട് അവരുടെ കൂടെ. പുതിയ പാർലമെൻറ്റിലാണ് പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് വാശി കൂടും, ഇതും കൂടി താർത്തേക്കാന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ കറാച്ചിയിൽ ഇരുന്നുകൊണ്ട് ദാവൂദ് ഇബ്രാഹിമാണ് ഇതെല്ലാം മുഴുവൻ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ISAക്കാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാനായിട്ടാണ് ഇയാളുടെ പ്രധാന തൊഴിൽ, ഈ ദാവൂദ് ഇബ്രാഹിമിൻ്റെ. ഏതായാലും ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ, അതായത് ഈ ലക്ഷ്യം വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനം, ഇന്ത്യയുടെ ബിസിനസ് സെൻറ്ററുകൾ, ഇന്ത്യയുടെ ഊർജ്ജ സംവിധാനങ്ങൾ, ഇതെല്ലാം തകർക്കുന്ന, അതായത് ഇന്ത്യയെ നശിപ്പിക്കുക, ഇത് പൂർണ്ണമായിട്ട് ഈ രാജ്യത്തെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. അപ്പോൾ ഈ രാജ്യമാണ് അവരുടെ ശത്രു എന്നുള്ളത് കൂടി ഇതിൽ തെളിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പലരും ഈ പറയുന്ന തീവ്രവാദികളെയൊക്കെ പിന്തുണയ്ക്കുന്നവരുണ്ടല്ലോ, അതായത് അവർ ലിബറൽസും പിന്നെ മതേതരവാദികളും പിന്നെ എന്താ ഫനാറ്റിക്കുകളും, അതെ, ഇവര് ഇസ്ലാമിസ്റ്റുകളും. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ലക്ഷ്യം വയ്ക്ക് പറയാറുണ്ട്, അതൊന്നുമല്ല, ഇത് ഈ പഹൽഗാം ആക്രമണത്തെ പോലും ഇന്ത്യ സർക്കാർ നടത്തിയതാണ് എന്ന് പറഞ്ഞ ഭീകരന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഒരു ശൗര്യ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, സാറ് കണ്ടിട്ടുണ്ടായിരിക്കും, KK മേനോൻ അഭിനയിച്ചതാണ്. അതിനകത്ത് പറയുന്നുണ്ട്, KK മേനോൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്, ഈ ശത്രുക്കൾ ബോർഡറിൻ്റെ അപ്പുറത്തല്ല ഇപ്പുറത്തും ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. അതുകൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് പതിയിരിക്കുന്ന ഈ 9 ഇന്ത്യക്കാരും മിക്കവാറും ഇന്ത്യക്കാരായിരിക്കും. ഈ 9 പിടിച്ച ഭീകരവാദികൾ ഇന്ത്യക്കാരായിരിക്കും അല്ലേ? അത് സർദാർജിമാരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഖാലിസ്ഥാനി കമാൻഡോസിനെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താ, പതുക്കെ ഇന്ത്യയിൽ ഒരു വലിയ ഒരു അശാന്തി സൃഷ്ടിക്കുക, അതിൽ കൂടി ഇന്ത്യയിലെ ജനങ്ങളെ ഇളക്കി മറിക്കുക, അവരെ തെരുവിലിറക്കുക, അങ്ങനെ അവർ തിരഞ്ഞെടുക്കപ്പെട്ട, നിയമപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുക. അതാണ് അവരുടെ പ്രധാന ഉദ്ദേശം. പിന്നെ ഇത് തകർത്തില്ലായിരുന്നെങ്കിൽ ഈ ഡൽഹി ബ്ലാസ്റ്റ് പോലെയൊക്കെ കൊടിയ ഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായേനല്ലേ? പിന്നെ അത് ഈ ഡൽഹിയിലൊരു ആക്രമണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ മുഴുവൻ വരെ എന്താണ്, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ പരാജയം എന്ന് പറഞ്ഞിട്ടാണ് വരാൻ പോകുന്നത്. ഇവിടെയുള്ള മാധ്യമങ്ങൾക്കൊക്കെ പിന്നെ 10-15 ദിവസം അതല്ലെങ്കിൽ 1-2 വർഷം ചർച്ച ചെയ്യാനുള്ള വിഷയമായി അത്. ഏതായാലും അത് പൊളിച്ചു എന്നുള്ളതാണ് ഒരു സാധ്യതകളെ ഇല്ലാതാക്കി, ഭീകരാക്രമണത്തിന്റെ സാധ്യത ഇല്ലാതാക്കി നമ്മുടെ അന്വേഷണം. അതെ, ഇതിന് ഒരു കാരണം കൂടിയുണ്ട്. പ്രിയൻ ഓർക്കുന്നുണ്ട്, ഒരു 1-2 മാസം മുമ്പ് ഒരു ടർക്കിയിൽ നിന്ന് ഒരു മുസൽമാനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ ദാവൂദ് ഇബ്രാഹിമിൻ്റെ അടുത്ത ആളാണ്. അയാളുടെ ഈ ടെററിസ്റ്റ് റിക്രൂട്ടിംഗ് ഏജൻറ്റും ഗൺ റണ്ണിങ്, ആയുധങ്ങൾ കടത്തുന്നതിലൊക്കെ ദാവൂദിൻ്റെ ഇന്ത്യയിൽ ഏജൻ്റായിരുന്നു. അയാളെ ടർക്കിയിൽ നിന്ന് അറസ്റ്റ് ഡിപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തു. അപ്പോൾ അയാളെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ പോയിന്റ്സ് വെച്ചിട്ട് അന്വേഷിച്ചിട്ടായിരിക്കണം ഈ കേസ് ഈ 9 പേരിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അതൊന്ന്. പിന്നെ വേറൊന്ന്, ഇതിനോട് അനുബന്ധിച്ച് വായിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇന്നലെ മലപ്പുറം കാസർഗോഡ് ജില്ലയിലെ NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തിയ റെയ്ഡിൽ എത്രയോ 80,000 മറ്റേ ജലാറ്റിൻ സ്റ്റിക്കുകളും സ്ഫോടക വസ്തുക്കളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇത്ര പേര് ജലാറ്റിൻ സ്റ്റിക്കുകളുടെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇതുപോലെ പലപ്പോഴും ഇങ്ങനെ സ്ഫോടക വസ്തുക്കൾ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ലോജിക്കൽ കൺക്ലൂഷൻ എന്താ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വ്യക്തമായി ഒരു അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു കാര്യമുള്ളത്, എറ്റേണൽ വിജിലൻസ്, എന്നെന്നും ആയിട്ടുള്ള വിജിലൻ്റ് ആയിരിക്കണം നമ്മൾ എന്ന ഒരു പാഠമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ എപ്പോഴും ഒരു ഭീകരവാദികളുടെ ലക്ഷ്യകേന്ദ്രമാണ്. അവരെന്ത് വേണമെങ്കിലും ചെയ്യാൻ പഠിക്കാത്ത ആൾക്കാരാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N, നേഷൻ, രാജ്യം,
നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.